മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യനോട് ഈ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് പെട്രോളിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്ന മറുപടി ആർക്കും മനസ്സിലാവാത്ത മറുപടി ഇല്ല. ഇമാതിരി പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ആദ്യം കേന്ദ്ര ഫണ്ടിനെ കുറിച്ചാണോ അതോ പെട്രോളിന്റെ വിലയെ കുറിച്ചാണോ എന്ന് ഒന്ന് ഉറപ്പിക്കും. പെട്രോളിന്റെ വിലവർദ്ധനവാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ചേച്ചി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം പെട്രോളിന്റെ നിരക്ക് നമ്മളെക്കാളും കുറവാണ്. എന്തുകൊണ്ട് ആ ഒരു റേറ്റിലെങ്കിലും നമുക്ക് പെട്രോൾ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും വ്യക്തമായ ഒരു മറുപടി നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോഴും ചേച്ചി ഇവിടെ വെളുപ്പിക്കാൻ നോക്കുന്ന പാവം കേരള ഗവൺമെന്റ് ഉണ്ടല്ലോ, 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിൽ പെട്രോളിന്റെ വിലയിൽ 6ാം സ്ഥാനത്താണ്. ചേച്ചി പറയുന്നത് പോലെ കേരളം അത്രയ്ക്ക് ജനസേവന സർക്കാർ ആണെങ്കിൽ ആ പെട്രോളിന്റെ നികുതിയിൽ അല്പം ഇളവ് വരുത്തിയാൽ പോരെ? എന്താ ചെയ്യാത്തത്? പകരമായി 2 രൂപ സെസ് കൂടി ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ കമ്മി നേതാക്കൾ തരുന്ന മറുപടികൾ മുരളീധരൻ പറയുന്നത് പോലെ ചേച്ചിക്ക് മനസ്സിലാകാറുണ്ടോ?